അശ്വതി ഇന്ന് ലീവാണ് കേട്ടോ. ഹോസ്പിറ്റലൈസ്ഡ് ആണ്. മാം ഇന്ന് ആതിര മാം അല്ലേ? ക്ലിയർ ആയില്ല. പ്രേയർ മിസ്റ്റർ പ്രേയർ ഞാനാണ്. പാടിക്കോട്ടെ. പ്രാർത്ഥന പൂക്കളായി വിരിയുന്നു യാത്രയെന്നും ചെയ്യണം, യാത്ര ഈശ്വരനെ ഓർക്കണം, ഈശ്വരനാനം പ്രാർത്ഥനകൾ പാതയും പൂക്കളായി വീതികൾ പുണ്യവീതികൾ Okay. Thought of today. മാം തോട്ട് ഞാനാണ്. Ma'am, today's thought: those who cannot change their mind cannot change anything. Abdul Kalam. നമുക്ക് നമ്മളെ മനസ്സ് മാറ്റാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല. I repeat, those who cannot change their mind cannot change anything. Abdul Kalam. Thank you, ma'am. Okay. Sign in. സൈഡിൽ ഞാനാണ്. വാ വാ താമര പെണ്ണേ നീ എൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. സൈനിങ് ബൈ പ്രബുല്ല. Luck to control. Good afternoon. Good afternoon. എന്തൊക്കെയുണ്ട്? മിസ്സിനെ കാണുന്നില്ലല്ലോ. ഓക്കെ. ആണല്ലോ. ഇത് ക്ലാസ് അല്ല കേട്ടോ. ഇതെല്ലാം ആക്ടിവിറ്റി കുറെ നാളായാലും ചെയ്തിട്ട്. സൈക്കോളജി പഠിച്ച് നിങ്ങക്ക് ഭ്രാന്താവല്ലേ? ഇല്ല മിസ്സേ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് പഠിക്കാൻ. ആണോ? പഠിപ്പിക്കാം. ഒരു ത്രില്ലുണ്ട് മിസ്സേ അത് കേട്ടിരിക്കാൻ. കേട്ടോണ്ടിരിക്കാം അല്ലേ? ചില ഡൗട്ടുകളൊക്കെ തോന്നും ഓരോ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴേ. നമ്മളിത് പഠിച്ചു തുടങ്ങിയത് കൊണ്ടാവണോന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഒരു കേസ് ഉണ്ടല്ലോ, ഒരു കുട്ടി മരിച്ചതായിട്ടുള്ളത്.
അത് ശനിയാഴ്ച മറ്റോ നടന്ന സംഭവമാണ്. അപ്പൊ അത് ഇന്നലെയാണല്ലോ അതിന്റെ ബോഡി കിട്ടിയത്. അപ്പൊ ഈ നമ്മളിങ്ങനെ പഠിച്ചത് കൊണ്ട് നമ്മൾ വിചാരിക്കും അപ്പൊ ആൺകുട്ടിയാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി 2-3 ദിവസം അതിന്റെ മൈൻഡ് എന്തായിരിക്കും അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്. വീട്ടിലാർക്കും അച്ഛനും അമ്മയ്ക്കും അതിനെ കാണുമ്പോ പെരുമാറ്റത്തില് എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നല് നമുക്ക് തന്നെ ഉള്ളിൽ വരുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനെയൊക്കെ, കാരണം ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് 2-3 ദിവസമൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് തന്നെ ഒരു ഇതല്ലേ. ഏത് കാര്യം പറയുന്നത്? മിസ്സേ, ഇന്നലെ ഇപ്പോഴത്തെ ന്യൂസ് തന്നെ ഒരു പെൺകുട്ടി മറ്റേ ഏവിയേഷൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മരിച്ചില്ലേ? ഇന്നലെ അല്ല അതിന്റെ ബോഡി കിട്ടിയത്. ഇന്നലെ വൈകിട്ട് വോട്ട് ചെയ്യാൻ പോയ ആരോ ആണ് അതിനെ കണ്ടത്, ബോഡി അവിടെ കിടക്കുന്നത്. അതിന്റെ അമ്മ 2 ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നു, അതിനെ കാണുന്നില്ല എന്നും പറഞ്ഞ്. അപ്പൊ അത് രാത്രിയിൽ ഒരു CCTV, അതും 2 മണിക്ക്, രാത്രിയിൽ 2 മണിക്ക്, വെളുപ്പിനെന്ന് പറയാം, അതിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ബൈക്കിൽ പോകുന്ന CCTV കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടി, ഈ അലൻ എന്നാണ് ഈ ബോയ് ഫ്രണ്ടിന്റെ പേര്, അതിലോട്ട് എത്താൻ കാരണം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഇന്ന് ഈ ന്യൂസ് കേട്ടപ്പോ, ഇവരുടെയൊക്കെ മൈൻഡ് എന്തായിരിക്കും? നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്, ഇപ്പൊ വീട്ടിലും ഇത് എങ്ങനെയായിരിക്കും പെരുമാറുന്നേ? അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വരത്തില്ലേ? എനിക്കിങ്ങനെ ഒരു തോട്ട് വന്നു. അതുകൊണ്ട് ഞാൻ മിസ്സിനടുത്ത് പറഞ്ഞു. അയാളാണോ കൊണ്ടത്? അയാള് സമ്മതിച്ചു എന്നാണ് ഇപ്പൊ പോലീസ് പറയുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരണം. അറസ്റ്റ് ചെയ്തിട്ടില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. കല്ല് വെച്ച് തലയ്ക്ക് അടിച്ചാണ് അതിനെ കൊലപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. മാനസിക രോഗിയായിരിക്കും. അല്ല മിസ്സേ, ഇവരെല്ലാം മറ്റേ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വീട്ടിലിപ്പോ എനിക്കൊരു മോളുണ്ടെങ്കിൽ ഞാൻ അവള് വെളുപ്പിന് 2 മണിക്കൊക്കെ ഞാൻ ഇങ്ങനെ വിടുവോ? എവിടെയെങ്കിലും കടയിലൊക്കെ പോവാ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു രാത്രിയിൽ പുറത്ത് വിട്ടാലും നമ്മൾ പറയും നമുക്കൊരു സമയമുണ്ടല്ലോ കയറാൻ. ഇത് ആ കുട്ടിയുടെ വീട്ടുകാരും ശ്രദ്ധിക്കുന്നില്ലേ എന്നാ ഞാൻ ചിന്തിച്ചേ. ആ CCTV ക്യാമറയിൽ കാണിക്കുന്നത് കറക്റ്റ് 1:59 മറ്റോ ആണ് ടൈം. പിന്നെ ബൈക്കില്, അതൊരു 2 ബൈക്കില് 4 പേരാ. ഒരു ബൈക്കിൽ ഈ പെൺകുട്ടി ബാക്കിൽ ഇരിപ്പുണ്ട്, മറ്റു ബൈക്കിൽ 2 ആൺകുട്ടികളുണ്ട്. അങ്ങനെ. അപ്പൊ അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സമൂഹത്തിന് ഇതെന്താണ് സംഭവിക്കുന്നതെന്നുള്ളതാണ്. നമുക്കിപ്പോ നമ്മളുടെ കുട്ടികളാണെങ്കിലും പുറത്തു പോകുമ്പോ ആൺകുട്ടിയായാലും നമ്മൾ പറയത്തില്ല ഇത്ര മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരണം, ഇത്ര മണിക്കുള്ളിൽ എത്തണം. കടയിലാണെങ്കിലും നമ്മൾ പറയും രാത്രിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇനി നാളെ എന്താവശ്യമാണെങ്കിലും നമ്മൾ നാളെ മേടിക്കാം. അങ്ങനെ ഇത് കടയിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഈ കുട്ടി. അവിടുത്തെ അമ്പലത്തിൽ എന്തോ വിശേഷത്തിന് വേണ്ടി വന്നതാണ് ഈ കുട്ടി. ബാംഗ്ലൂര് പഠിക്കുന്നേ. അപ്പം എന്തായാലും ഡ്രഗ്സ് ആയിരിക്കും അതിന്റെ മെയിൻ. അല്ലാണ്ട് ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കാനും അത്രയും ധൈര്യമൊന്നും കിട്ടില്ല. ഉപയോഗിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ ന്യൂസ് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ അവൻ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള വ്യക്തി ആയിരിക്കാം, നമുക്ക് അറിയാൻ പാടില്ല. അതെ, ഞാൻ ഇപ്പം നമ്മളുടെ ന്യൂസ് ചാനലിലല്ല ഇത് തന്നെ കൂടുതലും ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് പറഞ്ഞപ്പോ നമുക്ക് പുതിയ ദൈവങ്ങളൊക്കെ കണ്ടില്ലേ? നിങ്ങള് പുതിയ ദൈവങ്ങളെ കണ്ടോ? വേറൊരു യൂണിവേഴ്സിനെ കണ്ടോ നിങ്ങള്? പറ, റീൽസിൽ കണ്ടിരുന്നോ പുതിയ ദൈവങ്ങളെ? മീശ പഠിച്ച ദൈവമുണ്ട്, മീശ ഉള്ള ദൈവമുണ്ട്. ദൈവമേ, എന്തൊരവസ്ഥയല്ലേ! നമ്മളന്ന് പഠിച്ച പോലെ ആയിരിക്കും ചിലപ്പോ, എക്സ്ട്രാ പെർസെപ്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ അത് കണ്ടിട്ട് പക്ക ഫേക്കാണെന്നാ തോന്നുന്നത് അല്ലേ? കംപ്ലീറ്റ് ഫേക്കാണത്. പിന്നെ നിങ്ങള് മറ്റേ നാഗസൈരന്ധ്രിയുടെ സംസാരം കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ അവരെ? കണ്ടിട്ടുണ്ട് മിസ്സേ, കണ്ടിട്ടുണ്ട്. അവര് വായന വരുന്ന വർത്തമാനം കേട്ടിട്ടുണ്ടോ? സംസാരിക്കുന്ന ഭാഷ രസമാണ്. ചില സമയത്തൊക്കെ രസകരമായ സംസാരിക്കും, പക്ഷെ ഉപയോഗിക്കുന്ന ഭാഷ എന്തോ വൃത്തികേടാണെന്നറിയോ അല്ലെ? അവരൊക്കെ നമ്മളെ വൃത്തികേടാണോ ഈ ദൈവങ്ങൾ പറയുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് പവർ ഇത്രയും വൃത്തികേടായിട്ട് സംസാരിക്കോ? ഇല്ല. അല്ലെ? ഇങ്ങനെയൊക്കെ ഒരു യൂണിവേഴ്സ്. ആ റീൽസ് കണ്ടവർക്ക് അറിയാൻ പറ്റും. പുതിയ ദൈവങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ. കണ്ടിട്ടില്ല? ഇവിടെ പൂവ് ഇങ്ങനെ എറിയണത് വരുമ്പോ ബാബു ദേവനോ? എന്താണ് ബാബു ദേവൻ? ബാബു പേര് ബാബു എന്നാണ് ദൈവത്തിന്റെ. പറയാ എന്തെങ്കിലും വിശേഷം? സുഖം.
മിസ്സിന് സുഖമാണ് മിസ്. ഞങ്ങൾ ഇന്നലെ എല്ലാ ടീച്ചേഴ്സും കൂടി പോയി. എല്ലാരും ഇല്ല, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങള്. അപ്പൊ നമുക്ക് സ്റ്റുഡൻസ് ഇല്ല, മറ്റേ ഇംഗ്ലീഷ് അശ്വതി ഉണ്ട്. എല്ലാവരും കൂടി ഇന്നലെ അതിരമ്പള്ളി പോയി. രാത്രി തിരിച്ചു വന്നപ്പോ രാവിലെ പോയിട്ട് അടിപൊളിയാണ്. കണ്ടു മിസ്സേ. കേട്ടോ ഞങ്ങൾ കണ്ടു മിസ്സേ, സ്റ്റാറ്റസിൽ കണ്ടിരുന്നു. സ്റ്റാറ്റസ് കണ്ടല്ലേ? ജിഷ മിസ് സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ടുണ്ടല്ലേ? ഫസ്റ്റ് ഞങ്ങള് പോയത് കൗതുക പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. മിസ് ഇട്ടാണ് സ്റ്റാറ്റസ് കണ്ടുണ്ടാവും അല്ലെ? എന്ത് ഭംഗിയുള്ള സ്ഥലം. അങ്ങനെയൊക്കെ അതിൽ കംപ്ലീറ്റ് വേരിൽ നിന്ന് ഉണ്ടാക്കിയ വേരില്ലേ, നമ്മുടെ മരത്തിന്റെ വേര് മുകളിലേക്ക് വളർത്തിയിട്ട് അതിൽ നിന്ന് മുകളിലേക്ക് മറ്റേ ഏറുപാട് ഉണ്ടാക്കിയിരിക്കണം. നല്ല ഭംഗിയാണ്. എവിടെയാ മിസ് ഏത്? ഇത് അതിരമ്പള്ളി വാഴച്ചാൽ എന്ന് പറയും, ഇടയ്ക്ക് പോകുന്ന വഴി. പിന്നെ അടുത്തന്നാണോ ഈ കൗതുക പാർക്കും? ആണോ? ഞങ്ങള് പോയിരുന്നു, പക്ഷെ ഞങ്ങള് കണ്ടില്ല. അങ്ങോട്ട് പോകുന്ന വഴി. പിന്നെ എന്താ, പിക്ചർ ഞാൻ കാണിച്ചു തരാം, കാണാൻ പറ്റുമോ നോക്കണേ. അതായത് കാണുന്നുണ്ടോ നിങ്ങള്? കാണാമോ? കാണാം മിസ്, കാണുന്നുണ്ട്. കണ്ടോ? അതൊരു മരമല്ല, അതൊരു വേരാണ്. മുകളിലേക്ക് പടർത്തിരിക്കുന്ന വേരാണ്. വേര് മുകളിലേക്ക് കണക്ട് ചെയ്ത് വളർത്തിരിക്കുന്നേ. ഇത് ശരിക്കും ഇതാണ് മരം. ഈ മരത്തിന്റെ വേരാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. കണ്ടോ? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പണിതിരിക്കുകയാണ്. 16 വർഷം പഴക്കമുണ്ട് അതിന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ റൂട്ടാണ് ഈ സ്റ്റെമ്മിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ തിരിച്ചല്ലേ, സ്റ്റെമ്മിനെ റൂട്ട് ഏറ്റവും താഴെയല്ലേ വരുന്നത്, റൂട്ട് മുകളിലേക്കാണ്, വേര് മുകളിലേക്കാണ് വന്നിരിക്കുന്നത്. ഹസ്നയ്ക്ക് കാണാൻ പറ്റുന്നില്ലണോ? ഹസ്ന ഭയങ്കര ചിന്തിച്ച് നോക്കുകയാണ്. ചക്കായിട്ടേക്കാണോ? ചക്ക. പഴമയുടെ ഒക്കെ ഇത് നിലനിർത്തിക്കൊണ്ട് തയ്യാറുന്നു. പണ്ടൊക്കെ മുനിയറ, നന്നങ്ങാടി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? നന്നങ്ങാടികള് കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. നിങ്ങള് പക്ഷികള് നൃത്തം ചെയ്യുന്നുണ്ടോ? വെൽക്കം ഡാൻസ് ചെയ്യുന്നുണ്ടോ? ഇത് ഞങ്ങള് വരുന്ന സമയത്ത് ഇവര് നമ്മളെ വെൽക്കം ചെയ്തതാണ്. 3 പേര് 3 പൊസിഷനിൽ നിന്നിട്ട് ഇങ്ങനെ വാലക്കാട്ടി നല്ല ഭംഗിയാണ്. വെള്ളയായിരുന്ന കാണാൻ പറ്റാത്ത കേട്ടോ. കണ്ടോ? പൊസിഷനിങ് നോക്കിയാൽ നമ്മുടെ ഡാൻസ് കളിക്കണം അതേ പൊസിഷൻ. കണ്ടോ? ഒരാൾ നടുക്ക്, 2 പേര് അപ്പുറത്ത്. എൻട്രൻസിന്റെ വീഡിയോ ടീച്ചർ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്, സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ? അതേ കണ്ടോ? കൗതുക പാർക്ക് എന്ന് പറഞ്ഞത് കണ്ടിരുന്നു മിസ്സേ, കണ്ടിരുന്നു. പിന്നെ എന്താണ് വിശേഷം? എല്ലാരും വോട്ടൊക്കെ ചെയ്തോ? ഇല്ല മിസ്. ചെയ്തില്ല. 11-ാം തീയതിയാണ് വോട്ട്. ചെയ്തു മിസ്സേ. നിങ്ങൾക്ക് ഇവിടെ നാളെയാണ് ലിസ്റ്റില് പേരില്ല, അതുകൊണ്ട് ചെയ്തില്ല. ഓക്കെ, ഞാനും ചെയ്തില്ല. രാവിലെ എഴുന്നേറ്റപ്പോ ചെയ്യണ്ടാന്ന് തോന്നി, ചെയ്തില്ല. ചെയ്യണോന്ന് വിചാരിച്ചിരുന്നു, അപ്പൊ എനിക്ക് തോന്നിയാ ചെയ്യണ്ട, ചെയ്യുന്നില്ല. ആക്ടിവിറ്റി ചെയ്യാന്ന് വിചാരിച്ചത് 2 പേര് വീഡിയോ ഓൺ ചെയ്ത് ചെയ്യണമായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഗുഡ് ഹാബിറ്റ്സ് കണ്ടിട്ടില്ലേ? ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും. ഇപ്പൊ രമ്യ ഗുഡ് ഹാബിറ്റ്സ് ആണ് കാണിക്കണമെങ്കിൽ അനു എന്ത് കാണിക്കണം? അതിന്റെ ബാഡ് ഹാബിറ്റ്സ് കാണിക്കണം. അതെന്ത് ചെയ്യണം ചെയ്യണ്ടെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ,
അങ്ങനെ നമുക്കൊന്ന് ചെയ്താലോ ഗെയിം പോലെ? അവയർനെസ് ആണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ടോപ്പിക്സ് ഉൾപ്പെടുത്തിയാൽ നമുക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളതുണ്ട് അല്ലെ? നമുക്ക് ക്ലാസ് മുറിയിലേയും കാണിക്കാം, വീട്ടിലും കുട്ടികൾ ചെയ്യേണ്ടതും കാണിക്കാം. ഓക്കെ, ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാളി പോവാണി വേണ്ട. സെക്കൻഡ്, ഫസ്റ്റ് നമുക്ക് ക്ലാസ് മുറി എന്നുള്ളത് തുടങ്ങാം. ക്ലാസ് മുറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും തോട്ട് ഓർമ്മ വരുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്ന ആക്ടിവിറ്റി എന്തെങ്കിലും? ക്ലാസ്സിൽ മിസ് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത്. അത് നമുക്ക് ചെയ്യാം. അത് ഗുഡ് ഹാബിറ്റും ബാഡ് ഹാബിറ്റും അപ്പൊ മാറി മാറി ചെയ്യാം. മനസ്സിലായോ? അനു റെഡിയാണോ? അനു എവിടെ പോയി? അനു കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ട്. ഓക്കെ, ഡയലോഗ്സ് പറയണമെങ്കിൽ പറയാട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഗുഡ് ഹാബിറ്റ് കാണിക്കാം. അതല്ലല്ലോ കാണിക്കേണ്ടത്, ബാഡ് ഹാബിറ്റ് കാണിച്ചിട്ട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഗുഡ് ഹാബിറ്റ് ഞാൻ കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാഡ് ഹാബിറ്റ് ആണ് കാണിക്കുന്നത്. ടീച്ചർ ഇപ്പൊ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം, അപ്പൊ അതിന് കാണിച്ചാൽ മതി. ക്ലാസ്സിൽ നിന്ന് വന്നു വിചാരിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അനുമോള് കേട്ടില്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ എന്താ പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഓക്കെ, യെസ്. അപ്പൊ അത് ബാഡ് ഹാബിറ്റ് ആണ് വേണ്ടത് അല്ലേ? പിന്നെ ഓക്കെ, കാണിച്ചോട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ, യെസ്. ഓക്കെ, ഇത് ഗുഡ് ഹാബിറ്റും ബാഡ് ഹാബിറ്റും ആണ് കണ്ടല്ലേ. അടുത്ത എന്തായിരിക്കും കാണിക്കുന്നത്? ബുക്സ് ഒക്കെ എടുക്കുന്നതായിട്ട്. ഓക്കെ, വേറെ ആരെങ്കിലും വില്ലിംഗ് ആണോ ചെയ്യാൻ? നിങ്ങൾ തന്നെ ചെയ്തോളൂ. പുസ്തകങ്ങൾ നമ്മള് ക്ലാസ് ടേബിളിൽ എങ്ങനെയാണ് അടക്കി ഒതുക്കി വെക്കുന്നത്? ഹാബിറ്റില് എങ്ങനെ അടക്കി ഒതുക്കി എങ്ങനെ വെക്കാതിരിക്കുന്നത്? ബാഡ് ഹാബിറ്റിൽ കാണിക്കാം. കാണിക്കാൻ താല്പര്യമുള്ളവര് ചെയ്തോട്ടോ. എങ്ങനെ ചെയ്തോളൂ. ഞാൻ ചെയ്യാം. ബാഡ് ഹാബിറ്റ് ആണ്. Correct. Yes. ചെയ്തോട്ടെ മിസ്. അത് ബാഡ്, അത് ഗുഡ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് മുറി ചെല്ലുമ്പോ കുട്ടികളെ വിളിപ്പിച്ച് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം കേട്ടോ. 2 കുട്ടികളെ നിർത്തിയിട്ട് ബാഡും കാണിക്കുക, ഗുഡും കാണിപ്പിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യുന്നത് കാണിച്ചാലോ? മൊബൈൽ വേറെ ഉണ്ടോ കയ്യില്? ഇല്ല, കയ്യിലുള്ള പോലെ കാണിച്ചാൽ മതി. എന്റെ കയ്യിലുണ്ട് മിസ്.
എവിടെയായിരുന്നു? അല്ല മിസ് ഇത് നിക്കുന്നില്ല, ക്യാമറ സ്റ്റിക്ക് നിക്കുന്നില്ല. അന്ന് കടയിൽ പോയിരുന്നു മിസ്, കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി. പേടിയുണ്ട്, ക്ലാസ് എല്ലാം ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുള്ളൂ. ഓക്കെ. മൊബൈലില് ഗുഡ് ഹാബിറ്റ്, ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റും ആണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ ക്ലാസ് ഒരു കുട്ടി വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു, ഫസ്റ്റ് ചെയ്യേണ്ടത് ഗുഡ് ഹാബിറ്റ് എന്താണ്? ഫസ്റ്റ് ചെയ്യേണ്ടത് യൂണിഫോം. രണ്ടും കാണിക്കാം കേട്ടോ. കുഞ്ഞ് സ്കൂൾ വിട്ട് വന്ന സമയത്തുള്ള ഗുഡ് ഹാബിറ്റും ബാഡ് ഹാബിറ്റും മൊബൈൽ യൂസ് വെച്ചിട്ട് കേട്ടോ. കാണിച്ചേ. ആരാണെങ്കിൽ നല്ല കുട്ടി? ഞാനാണ് നല്ല കുട്ടി. ആരാണ്? അപ്പൊ ഞാൻ ബാഡ് ഹാബിറ്റാണ്. എന്നാ ചേച്ചി കാണിക്കാം. സ്കൂളിൽ നിന്ന് വിട്ടു വന്നിട്ട് ഫോണ് നോക്കിയിരിക്കാം. ഓക്കെ. Yes. Very bad. Very bad. Okay. അനു കാണിക്കൂ. അനു സ്കൂള് വിട്ട് വന്ന അനു എന്താ ചെയ്യുന്നേ? സ്കൂളിൽ നിന്ന് വരട്ടെ കേട്ടോ. ബാഗൊക്കെ ഉണ്ടോ അനുവിന്റെ? ഇവിടെ ബാഗൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. സ്കൂളിൽ നിന്ന് വന്നു, ഡ്രസ് മാറി. എഴുതിയിട്ട് വരാവേ. അത് നമുക്ക് അടുത്ത ഓപ്ഷനാണ്. അയ്യോ കയ്യെഴുതാൻ പോലെ. ഫോൺ എടുക്കാതെ വേറെന്താ ചെയ്യണേന്ന് നോക്കിയാ മതി. ബുക്ക്. അനു ബുക്ക് എടുത്തു. റീഡിങ്. സ്കൂൾ വിട്ട് വന്നപ്പോ നല്ലൊരു കാര്യം ചെയ്തു. കുട്ടികൾ ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വരുമ്പോ തന്നെ ഇരുന്ന് പഠിക്കാന്ന്? ഇല്ല. അപ്പൊ വേറെന്താ ചെയ്യുന്നവര്? അത് ചെയ്യും. മൊബൈല്. കളിക്കാൻ പോകും. ഇല്ല, കളിക്കാൻ പോകും. ബാഡ് ഹാബിറ്റ് നമ്മൾ കാണിച്ചു. സ്കൂൾ വിട്ട് വരുന്ന സമയത്തുള്ള ഒരു ഗുഡ് ഹാബിറ്റ് എന്താണെന്നാണ് അനു കാണിക്കുന്നത് കേട്ടോ. ഓക്കെ. കളിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എന്താ ബോൾ പാസിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാനോ അല്ലെങ്കിൽ കളറിങ് എന്ത് വേണമെങ്കിലും. ഓക്കെ. ടി വി കാണിക്കുന്നൊന്നും ആരും കാണിച്ചില്ലല്ലോ. ടി വി അവിടെ ഫ്രണ്ടിലാണ് മിസ്. ടി വി വേണ്ട, എല്ലാവർക്കും മൊബൈല് മതി. അതെ, മൊബൈല് മതി. ഓക്കെ. എന്നാലും ഇങ്ങനെ റിമോട്ടിൽ ഇങ്ങനെ ടി വി കാണുന്നത്. നെക്സ്റ്റ് കൈകൾ വൃത്തിയാക്കുന്നത്. ഓക്കെ. ഭക്ഷണത്തിന് ശേഷം കൈകൾ വൃത്തിയാക്കുന്നത് എങ്ങനെയാണ്? അത് ബാഡായിട്ടും ഗുഡായിട്ടും കാണിക്കണം. റെഡിയാണോ? ഒരു മിനിറ്റ്. അർച്ചന ഇപ്പൊ ഫുഡ് കഴിച്ചു വന്നു. അർച്ചന എങ്ങനെയായിരിക്കും കൈ കഴുകുന്നത്? ബാഡായിട്ടാണോ മിസ്സേ? അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അങ്ങോട്ട് ആ ജനലിന് അങ്ങോട്ട് കാണിച്ചാൽ മതി. കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. എന്നിട്ടോ ബാഡായിട്ട് കൈ കഴുകും. ടാപ്പ് ഓൺ ചെയ്തിട്ട് ചുമ്മാ കൈ അതിന്റെ കീഴെ കൊണ്ട് വെച്ചിട്ട് പോകും. എന്നിട്ട് രണ്ട് കുടയും കുടഞ്ഞിട്ട് ചെയ്യാൻ അറിയാതെ കുട്ടി ചെയ്യുന്ന പരിപാടിയായി. ഞാൻ എപ്പോഴും അവനെ വഴക്ക് പറയും. ഓക്കെ, വെരി ഗുഡ്. കേട്ട് കാണിക്കാൻ പറ്റി. ഫുഡ് കാണിക്കാം. ഗുഡ് ഹാബിറ്റ്. ഹാൻഡ് വാഷ്. ഊണ് കഴിഞ്ഞു. ഹാൻഡ് വാഷ് എടുത്തു. പ്രോപ്പറായിട്ട് കൈ കഴുകു. മ്യൂട്ടാ. ഓക്കെ, ആദ്യം മുതൽ ചെയ്യാട്ടോ. ഹാൻഡ് വാഷ് എടുത്തു. കൈ നല്ലപോലെ കഴുകി നമ്മള് കൈ വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് ടവലെടുത്തു, കൈ തുടച്ചു. ടവൽ അതേപോലെ നമ്മൾ ഇട്ടു. ഓക്കെ, വെരി ഗുഡ്. Sit down. Okay, sorry. ഇരിക്കാണല്ലേ. ഓക്കെ. അടുത്ത എന്ത് ചെയ്യണം? ബാത്ത്. കുളിക്കുന്നത്. ഗുഡ് ഹാബിറ്റും ബാഡ് ഹാബിറ്റും ആയിട്ട് കാണിക്കണം കേട്ടോ. ഗോപിക ക്യാമറ ഓൺ ചെയ്തേ. കുളിക്കണ്ടേ നമുക്ക്? എല്ലാവർക്കും പണിയുണ്ട് മക്കളെ. ആരും രക്ഷപ്പെടും.
അങ്ങനെ ഇരുന്നാല് നമുക്ക് പുറത്തുനിന്നുള്ള വെട്ടം കൊണ്ട് ഫേസ് കാണാൻ പറ്റില്ല. ക്യാമറ തിരിച്ചു വെക്കുക. ഗോപിക നേരെ നേരത്തെ opposite ഇരിക്കുക. നേരത്തെ ഇരുന്ന പോലെ ഇരിക്കണം. വിൻഡോന്റെ അവിടെ വെച്ചാൽ തിരിച്ച് ഫേസ് കാണാൻ പറ്റും. പോയി. അല്ല മിസ്സേ പോയതല്ല, ഞാന് താഴെ ഇരുന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ക്ലാസ് കയറിയത്. ഓക്കെ. അപ്പോഴ് ഞാനിപ്പോ കസേര എടുത്തോണ്ട് വന്നു, മേളിലിരുന്നു. ഇപ്പൊ എന്നെ കാണാമോ? കാണാം കാണാം കാണാം. എന്താണ് ചെയ്യുന്നത്? ബാഡ് ആണോ ഗുഡ് ആണോ ഏതാണ്? ഏതാനും ചെയ്യാം. ബാഡ് ചെയ്യാം. ബാഡ് ചെയ്യാം. നമുക്ക് ജേഴ്സി കൊടുക്കട്ടെ. കുട്ടി എങ്ങനെ കുളിക്കുന്നത്? ബാഡായിട്ട് എങ്ങനെ കുളിക്കുന്നത്? പാപ്പി എഴുന്നേക്കണോ മിസ്സേ? വേണ്ടല്ലോ, കാണിച്ചു തന്നാ മതിയല്ലോ. യൂട്യൂബിലേക്ക് പോകും. ആ, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞു, ബാഗ് എവിടെയെങ്കിലും എടുത്ത് എറിഞ്ഞിട്ട് ഓടി ടൗൽ എടുത്തിട്ട് ബാത്റൂമിലോട്ട് പോവാം. ബാത്റൂമിൽ പോയി ഷവർ ഓൺ ചെയ്യുക. പെട്ടെന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ കോരി ഇങ്ങനെ ഒഴിച്ചിട്ട് ടൗല് വെച്ച് തുടച്ചിട്ട് തിരിച്ച് വരിക. അല്ലാണ്ട് പ്രോപ്പർ ആയിട്ടൊരു കുളി നടന്നിട്ടില്ല. ജസ്റ്റ് നിപ്പുണ്ടല്ലോ. ജയശ്രീ ശരിക്കും കുളിക്കാൻ പോണം. ഞാനല്ലേ സ്കൂളിൽ ഉണ്ടല്ലോ. ബാഗ് വെച്ചു, തോർത്തുമുണ്ട് എടുത്തു വെച്ചു, ടാപ്പ് ഓണാക്കി, ബക്കറ്റിൽ വെള്ളം എടുത്തു, കുളിക്കുവാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോപ്പൊക്കെ എടുത്ത് തേച്ചു, സോപ്പൊക്കെ എടുത്തതേക്ക് പ്രോപ്പർ ആയിട്ട് തേക്കുവാണ്. യെസ്, വെരി ഗുഡ്. കണ്ണി പോരുത്. ഓക്കെ, വെള്ളം എടുത്തു, തുടച്ചു മിസ്. ഓക്കെ, ഡ്രസ്സൊക്കെ ചെയ്തു. ഓക്കെ, ഒരു പ്രശ്നമില്ല അവൾക്ക്, ഒരു പ്രശ്നമില്ല. ഞാൻ റിയലായിട്ട് കാണിച്ചതാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നത് കേട്ടോ. എന്തൊക്കെ കാണിച്ചപ്പോ? എന്തൊക്കെ കാണിച്ചപ്പോ? ക്ലാസ് റൂമില് ടീച്ചർ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ കുട്ടും ബാഡും കാണിച്ചു, കൈകൾ കഴുകുന്നതിന്റെ കാണിച്ചു, പിന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നത് അല്ലെ, പ്രോപ്പറായിട്ട് കഴിക്കുന്നത് കാണിച്ചില്ലല്ലോ. അതായത് നമ്മള് വേസ്റ്റ് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തൊന്നും ചെയ്യിപ്പിക്കണല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. പിന്നെ ബുക്സ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കാണിച്ചു. അറേഞ്ച് ചെയ്ത്. അപ്പൊ ഇനി നമുക്ക് ഫുഡ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഗുഡ് ഹാബിറ്റിൽ എങ്ങനെ നമ്മൾ കഴിക്കും, നല്ല ശീലം, നല്ല രീതിയിൽ എങ്ങനെ ഏത് പൊസിഷനിലും ആണ് ഭക്ഷണം കഴിക്കേണ്ടത്, മോശമായിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടത് നോക്കാം. പുതിയ റെഡി ആണോ? മോനെ സമ്മതിക്കണില്ല. വേണ്ട വേണ്ട വേണ്ട. പ്രബുല ക്യാമറ ഓൺ ചെയ്തേ. പ്രബുല ഇന്നുണ്ട് മിസ്. മറ്റേത് പ്രബുല ഉണ്ടാവാറില്ല, ക്ലാസ്സിൽ പോവും. ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. പ്രബുല അവിടെ വിളിച്ചപ്പോഴേക്കും പോയി കണ്ടോ? ആണോ? ഇവിടെ ഉണ്ട് പ്രബുലേ. യെസ് മിസ്. നമ്മളിപ്പോ എന്താണ് ഫുഡ് കഴിക്കണല്ലേ പറഞ്ഞത്? യെസ്, കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കണതും അലസതയായിട്ട് കഴിക്കണതും. അലസമായിട്ട് കുഞ്ഞ് ഫുഡ് കഴിക്കണം എങ്ങനെയാണ്, പ്രോപ്പർ ആയിട്ട് ഒരു കുട്ടി ഫുഡ് കഴിക്കണം എങ്ങനെയായിരിക്കണം? ഏതാ കാണിക്കണ്ടേ മിസ്സേ? ഇഷ്ടമുള്ളത് കാണിക്കുക. അലസം വേണോ ഫുഡ് വേണോ തീരുമാനിക്കാം. ഫുഡ് മിസ്സേ. ഗുഡ്. ഗുഡ്. സ്റ്റക്കാണോ? ാണോ? കാണാം. അലസതയായിട്ട് കഴിക്കുന്നത് കാണിച്ചു. അത് മതി. നമ്മള് ഉരുട്ടിയെടുക്കയില്ലേ, ഇത് ഇങ്ങനെ എടുത്തോ? അല്ല മിസ്സേ, വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മള് സ്നാക്സ് ഒക്കെ കൊടുക്കുന്നെങ്കിലേ അവര് വന്നിട്ട്
കസേരയിൽ പ്രോപ്പർ ആയിട്ടല്ല ഇരിക്കുന്നത്. ശരിയാണ്. Very good. കസേരയിൽ പ്രോപ്പർ ആയിട്ട് ഇരിക്കത്തില്ല. കസേരയുടെ ആ കൈ വെക്കുന്ന ഭാഗത്തായിരിക്കും കാല് വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കും. ഇങ്ങനെ ചരിഞ്ഞിങ്ങോട്ട് ഇരുന്നിട്ട് കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് ആ ടിഫിൻ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് ഇങ്ങനെ ചാരി കിടന്ന് വായിലോട്ട് ഇങ്ങനെ എടുത്തെറിയുക ചെയ്ത്. എനിക്കിപ്പോ അതാ തോന്നിയത്. അലസത കാണിച്ചോ മിസ്? അലസതയായിട്ട് കഴിക്കും. ഇനി ഫുഡായിട്ട് ഒരാള് കാണിച്ച് ഫുഡായിട്ട് ഒരു കുട്ടി ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്? പ്രബലക്ക് തന്നെ കാണിക്കാൻ പറ്റുമോ? പ്രബല തന്നെ ചെയ്യട്ടെ. ഗുഡ് ക്ലാസ്സിൽ കയറാറില്ലേ? ക്ലാസ്സിൽ കയറാറില്ലല്ലോ. ബാഡായിട്ടാണെങ്കിൽ ഞാൻ കാണിക്കാം മിസ്. അപ്പൊ ചെയ്തു, രണ്ടും ചെയ്തു. ഫുഡായിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണ്ടേ? ആദ്യം പോയി കൈ കഴുകടോ. കൈ ആയിട്ട് വരാൻ കൈ കഴുകി. മിസ് ബാഡാണ് കേട്ടോ ഞാൻ കാണിക്കണേ. അതൊന്നും മനസ്സിലായി. ഞങ്ങളൊന്നും ചോദിക്കാതെ കഴിച്ചോണ്ടിരിക്കണം. ഓക്കെ പപ്പടം അത് പപ്പടം എടുത്തിട്ട് വന്നതാ. എം ഫിഫ്റ്റീനിലെ ടീച്ചേഴ്സ് അല്ല, കൊറേ ആക്ടേഴ്സ് ആണ്. അഭിനയിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും കാണിച്ചോളൂ. താങ്ക് യു മിസ്. പ്രോപ്പർട്ടീസ് അടക്കം കാണിക്കും. പ്രോപ്പർട്ടീസ് വിത്ത് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ഫുഡ് ആയിട്ടൊന്ന് കാണിക്കാവോ കപില? കൈ കഴുകി മിസ്സേ. കഴുകി ഭക്ഷണം ചവച്ചരച്ച് കഴിഞ്ഞു. ഉപ്പേരിയാണേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സ്ലീപ്പിംഗ്. മിസ് ജയശ്രീ പപ്പടം ഇട്ട് വന്നേല്ലേ? സ്ലീപ്പിംഗ്. പപ്പടം ഒരു മിനിറ്റ് നേരെ നമ്മുടെ ഇവിടെ ഇതിൽ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നോക്കട്ടെ കേട്ടാ. ക്യാമറ ഓൺ ചെയ്യാണ്ട്. ശരണ്യ ഓൺ ആക്കിയിട്ടില്ല മിസ്. ബിന്ദുജയ്ക്ക് ഉണ്ട് മിസ്. നമുക്ക് വേറൊരു രമ്യയും കൂടി ഉണ്ടായിരുന്നില്ലേ? യെസ് മിസ്. ഇന്ന് കാണാനില്ല. രാഹുൽ. കൊറേ പേര് വിളിച്ചിരിക്കുന്നുണ്ട് മിസ്, കണ്ടുപിടിക്കണം. ശരണ്യ ദിനേശ്. ഐശ്വര്യ രാഹുൽ ഉണ്ട് മിസ്സേ. ഈ ഐശ്വര്യ രാഹുൽ നന്നായിട്ട് കാണിക്കുന്നത്. ശരണ്യ വന്നു മിസ്. ശരണ്യ വന്നു. ബിന്ദുജയുണ്ട്. ഇതൊക്കെ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ലേ? ഇല്ല മിസ്. അസ്നയുണ്ട്. മനഃപൂർവ്വം. കാണിക്കും ശരണ്യ. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടൊരു കുട്ടി ഉറങ്ങുന്നത്? ഞാനിത് എവിടെ പോയി കാണിക്കും അല്ലെ? മ്യൂട്ട് മ്യൂട്ട് മ്യൂട്ടാണോ? ഇങ്ങനെ എടുക്കാൻ മതിയാ? അങ്ങനെയാണോ കിടക്കുന്നത്? അല്ല ഫുഡിന്റെ അല്ലേ മിസ് കാണിക്കണ്ടേ? ഓക്കെ, അതിപ്പോ നമുക്ക് പോസിബിൾ ആവുന്നുള്ളത്. ഇപ്പുറത്ത് പോസിബിൾ അവിടെ ഒരു ബെഡ് കിടപ്പുണ്ട്. കിടക്കണ്ട പ്ലീസ്, വേണ്ട കാണിച്ചാൽ മതി. ഓക്കെ, ശരണ്യ പ്രോപ്പർ ആയിട്ട് കുട്ടികളെ കണ്ണുകൾ അടച്ച് കൈകളൊക്കെ നിവർത്തി പ്രോപ്പർ ആയിട്ട് പൊസിഷൻ ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത് അല്ലേ? ഓക്കെ, ഈ ബാഡായിട്ട് എങ്ങനെ കിടക്കുന്നത്? ബാഡായിട്ട് അങ്ങനെ കിടക്കുന്നത് ഞാൻ കാണിക്കണോ? ബാഡായിട്ട് ഇല്ല, ഒരാളെ വിളിക്കട്ടെ. ശ്രുതി ശ്യാമുണ്ടോ? ശ്രുതി ഇതൊക്കെ ആരാ? എനിക്കറിയാൻ പാടില്ല. എന്തിട്ട് മിസ് കൊറേ പേരുണ്ട്. ശ്രുതി ഇല്ല. സിനില പ്രിൻസൺ ഇല്ല. ബിന്ദുജ വന്നു. ബിന്ദുജ വന്നു. ബിന്ദുജ. സിന്ധുജ ഉമേഷാണോ? കാണിക്കും പിള്ളേരെ. എവിടെയാ ആളവിടെ? ഇവിടെ ഉണ്ട് മാം. ഇവിടെ ഉണ്ട്. വന്നു മിസ് വന്നു. അപ്പൊ ഏതാണ് ഈ രമ്യ? ഇതേപോലെ അത് രമ്യ മേനോത്ത് മിസ്. വേറൊരു കുട്ടിയുണ്ട് രമ്യ, നമ്മുടെ റോൾ പ്ലേയില്. ശരിയാണ്. ബിന്ദുജ, ഒരു കുട്ടി എങ്ങനെയാണ് ബാഡായിട്ട് കിടന്നുറങ്ങുന്നത്? ഓക്കെ മാം, ഞാൻ കിടക്കാൻ പോവാണേ. ഉറങ്ങുന്നില്ല മാം, ഉറങ്ങുന്നില്ല. ഒളിച്ചു നോക്കുക. മിസ് ബാഡായിട്ട് കിടക്കണത് വേറെ രീതിയിലായിരിക്കും ഞാൻ ഉദ്ദേശിച്ചല്ലേ മിസ്? ഇതൊക്കെ ചെയ്യിപ്പിച്ച കിടക്കണത്
ആക്ടിവിറ്റി ബാഡ് ചെയ്യും ചിലപ്പോ. ഓക്കെ, അവര് ബാഡ് ആയിട്ട് എടുക്കുന്ന അലസമായിട്ട് കൈകളും കാലുകളും പ്രോപ്പർ ആയിട്ട് തലോണത്തിലോ ഒന്നും വെക്കില്ല, വെച്ചിട്ട് പല സ്ഥലത്ത് ഒരു എന്താ പറയാ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത് അല്ലെ. അതാണ് ഞാൻ കസേരയിലൊക്കെ വെറുതെ കിടക്കും. കസേരയിലൊക്കെ എങ്ങനെങ്കിലൊക്കെ ഒരു ഇതായിട്ട് കിടക്കാറുണ്ട്. തല വെട്ടിലും കസേര കാല് കസേരയിലായിരിക്കും അല്ല, അങ്ങനെ കിടക്കാറുണ്ട്. പിന്നെ ചെമ്മരിലായിരിക്കും 2 കാലം അല്ലെ, ചെമ്മരിൽ 2 കാലം വെച്ചിട്ട് താഴെ കിടക്കാറില്ല ഇങ്ങനെ. അത് ബാഡ് ഹാബിറ്റ് ആണ്, അവർക്ക് എപ്പോഴും ഹെൽത്തിന് പ്രശ്നം ആയിരിക്കും. പിന്നെ അടുത്ത് എന്താ കാണിക്കേണ്ടത്? നഖം കടിക്കുന്നതും നഖം ചെയ്യുന്നതൊക്കെ നഖം കടിക്കുന്നതും ഹെയർ കോംബ് ചെയ്യുന്നതും ഒരുമിച്ച് കാണിക്കാം. കുട്ട് കാണിച്ചു, കുട്ട് കാണിക്കും. അത് ഗുഡാണോ? അല്ലേ മിസ്? ഗുഡ് ഗുഡ്, വെരി ഗുഡ്, ഹെയർ കോംബ് ചെയ്യുന്നത് ഫുഡ് അല്ലേ? ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ ഇത് റൂമിൽ നമ്മള് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, ഇപ്പൊ ചെയ്യിപ്പിക്കണേ. സത്യമായിട്ടും ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ട് തീർപ്പൊക്കെ. ബാഡ് ആയിട്ട് കോംബ് ചെയ്തേ, ബാഡ് ആയിട്ട് ആരാണ്? ശരണ്യ. വെറുതെ ഇങ്ങനെ വലിച്ചു പൊട്ടിക്കുന്നു. ബാഡ് ആയിട്ട് അവര് ഈരൂല. പകുതി വരെ ഇങ്ങനെയൊക്കെ ചെയ്യോ, ബാക്കി ബോംബ് ചെയ്യൂല. ഓക്കെ, വെള്ളം കുടിക്കുന്നത്. കുപ്പിയില്ല മിസ്, കൊണ്ടുവരണോ? കാണിച്ചാൽ മതി. ഗോപിക അർച്ചനയും കാണിക്കട്ടോ. ഗുഡ് ആയിട്ടുള്ളത് കാണിക്കുക, അർച്ചന ബാഡ് ആയിട്ടുള്ളത് കാണിക്കുക. ഗുഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ വാട്ടർ ബോട്ടിൽ കൊടുക്കുന്ന വെള്ളം അവരിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കും. ഇങ്ങനെ സിപ്പ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള വെള്ളം കുടിക്കും, വേസ്റ്റ് ആയത്തില്ല, വേസ്റ്റ് ചെയ്യാതെ. ബാഡ് ആയിട്ടാണെങ്കിൽ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ മുട്ടിച്ചിട്ട് ഒരൊറ്റ കുടിയായിരിക്കും. ഇങ്ങനെ മറ്റുള്ളവർക്ക് കുടിക്കാനുള്ളതാണ് കുപ്പിയിൽ കുടിക്കുന്നെങ്കിലും അത് ഒഴിച്ചു കുടിക്കാതെ അതിന് പകരം അത് എടുത്തിട്ട് മുട്ടിച്ച് കുടിച്ചിട്ട് വായിലെ വെള്ളം എല്ലാം കൂടെ വീണ്ടും തിരിച്ച് അത് ആ കുപ്പിക്കകത്തോട്ട് ചെല്ലൂല്ലേ, അതേപോലെ കുപ്പി കളയും, തുപ്പി അതിനകത്തോട്ട് മുകളിലേക്ക് തുപ്പും വേണമെങ്കിൽ അല്ലെ, ഷവർ ചെയ്യിപ്പിക്കുന്ന പോലെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാറുണ്ടോ? ഓക്കെ. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ബബിൾ ചെയ്യിപ്പിക്കും, വയലിട്ടിട്ട് ഇങ്ങനെ പിടിക്കും അല്ലെ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളുടെ മേൽ കുപ്പിയിടാറുണ്ട്, ചെയ്യും അല്ലെ. അല്ലെങ്കിൽ കുടിച്ച വെള്ളം അതേപോലെ തന്നെ കുപ്പിയെ കുടിക്കും, അങ്ങനെയും ചെയ്യാറുണ്ട്. ഓക്കെ, അത് ബാഡ് ഹാബിറ്റ് ആണ്. യെസ്, എന്തോരം ബാഡും ഗുഡും ഉണ്ട് നോക്കി. പിന്നെ നഖത്തിന്റെ കാര്യം ചെയ്തിട്ടില്ല. നഖം ക്ലീൻ ചെയ്യണം അല്ലേ? ആരാണ് കാണിക്കുന്നത്? നഖം ബാഡ് ആയിട്ടിരിക്കുകയാണ് മിസ്, വെട്ടിയിട്ടില്ല. അപ്പൊ ബാഡ് ഹാബിറ്റ് ആണ്. നഖം നന്നായി വളർന്നു. ബാഡ് ആയിട്ട് കാണിക്കട്ടെ. ബാഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. രമ്യ ഗുഡ് കാണിച്ചാൽ മതി. ഓക്കെ, മതി 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 മതി. ഞാൻ കുടിച്ചെടുക്കണോ രമ്യ? അല്ല, ഞാൻ ബാഡാ കാണിച്ചത്. അതായത് കട്ടർ എടുത്തു, നെയിൽ കട്ടർ എടുക്കാൻ നെയിൽ കട്ടർ വെച്ച് ക്ലിപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ തന്നെ ചെയ്യാൻ നെയിൽ കട്ടർ ഉണ്ട് മിസ്. നെയിൽ കട്ടർ വെച്ച് ക്ലിപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ഇത് നമ്മുടെ നിഴലാണെന്ന് തോന്നുന്നത്, എന്ത് കാണിച്ചാലും ഇവിടെ നിന്ന് വരും കണ്ടാ. അല്ല മിസ്, എല്ലാം സ്റ്റോക്ക് ഉണ്ട് മിസ്. രാത്രി മോളെ സ്കൂളിൽ വിടുമ്പോ എല്ലാം ഇവിടെ വേണം മിസ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു മിസ്. ഇനി പിന്നെ വേറൊരു ക്ലാസ് നടക്കുമ്പോഴേ ഇരിക്കുന്ന പൊസിഷൻ, നമ്മൾ ക്ലാസ് നടക്കുമ്പോഴേ ഇരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, ചില കുട്ടികൾ നന്ന കറക്റ്റ് ആയിട്ടിരിക്കും, ചില കുട്ടികൾ കെയർലെസ് ആയിട്ട് ഇരിക്കാറുണ്ട്. മോണ്ടിസോറിയിൽ നമ്മൾ നിലത്താണ് ഇരിക്കുന്നത്. ആണോ?
നിങ്ങൾ അവിടെ വരെ എത്തിയിട്ടില്ലല്ലേ? പാർട്ട് 4ലേക്ക് ആയിട്ടില്ലല്ലേ? പാർട്ട് 4 നിലത്താണെങ്കിലും നല്ല രീതിയിൽ ശമ്പളം കൂട്ടിയിരിക്കും. ചില കുട്ടികൾ കാലിങ്ങനെ മേപ്പോട്ടാക്കിയിട്ടൊക്കെ ഇരിക്കും. ഓക്കെ. ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഫുഡ് ആയിട്ട് ഇരിക്കേണ്ടത്? കറക്റ്റ് പൊസിഷൻ. ഹസ്ന, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കണം, ക്ലാസ് ശ്രദ്ധിച്ച്. വരട്ടെ, കൈകള് കറക്റ്റ്. വെരി ഗുഡ്. കറക്റ്റ് ആയിട്ടിരിക്കണതാണോ കാണിക്കണ്ടേ? അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് ആരാണ്? പ്രബുല, കാണിച്ചോ. മോശമായിട്ടിരുന്നേ. മോശമാണോ മിസ്സേ? മോശമായിട്ട് കാണിച്ചോ. അടിപൊളി കാണിക്കാം. എന്നെ ക്യാമറ ഓഫ് ചെയ്തോട്ടോ, കുഴപ്പമില്ല. കന്യക്ക് ഭയങ്കര നാളം തന്നെ. ഓക്കെ, വെരി ഗുഡ്. ഇനി ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് കാണിക്കാമോ? ലഞ്ച് ബോക്സ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ടത്? ലഞ്ച് ബോക്സ് മിസ് പ്രോപ്പർ ആയിട്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ടർക്കി പൊതിയുണ്ടല്ലോ മിസ്. തുറന്നു. ഓക്കെ, വെരി ഗുഡ്. നോർമൽ ആണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് നമ്മൾ ടവല് കിട്ടിയല്ലേ കൊടുക്കാറ്? ടവലുണ്ടാവും. അവരൊക്കെ ടവലൊക്കെ കറക്റ്റ് ആയിട്ടാണ് അഴിച്ചതിന് ശേഷം ഓരോ പാത്രങ്ങൾ കറക്റ്റ് ആയിട്ട് പൊസിഷൻ അങ്ങനെ കാണിക്കണമായിരുന്നു കേട്ടോ. പൊസിഷൻ ടർക്കി അവിടെ ഓക്കെ. ഇനി ബാഡ് ആയിട്ട് എങ്ങനെയാണ് ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്? അപ്പൊ ഞാൻ തന്നെ കാണിക്കണം. ഈ ബെഞ്ചിലൊക്കെ ഇടിച്ചിട്ടൊക്കെ ഓപ്പൺ ചെയ്യട്ടെ. ഇടിച്ചു പൊട്ടിക്കും. പിന്നെ ചിലപ്പോ അങ്ങനെ പോകും അല്ലെ? എല്ലാം കൂടി തെറിച്ച് പോകും മിസ്. നമ്മള് കെട്ടിക്കൊടുക്കുന്ന ടവലില്ലേ മിസ്സേ, അത് അവര് മാറ്റി വെച്ചിട്ട് അത് ടിഫിൻ നേരിട്ട് ബെഞ്ചിന്റെ പുറത്ത് വെച്ചിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. ടവൽ അവര് മാറ്റും. അതെ, അതേപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ തുറക്കും. അപ്പൊ എന്താണ് കറികളൊക്കെ യൂണിഫോമിലേക്ക് വീഴും അല്ലെ? ഇതൊക്കെ ബാഡാണ് അല്ലെ? പിന്നെ ചോറ് മുഴുവൻ ബെഞ്ചിലായിരിക്കും മിസ്. ചോറ് മുഴുവൻ ബെഞ്ചിലായിരിക്കും കഴിക്കുന്നത്. നമുക്ക് ഇതൊക്കെ അവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരുടെ പ്രായം അതല്ലേ അല്ലെ? പക്ഷെ പഠിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ അല്ലെ? പഠിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ അവര് ഒരു സമയത്ത് നമ്മൾ ഇതൊക്കെ കറക്റ്റ് ആവുള്ളൂ. ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അവർക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് കുട്ടികളെ ഫോഴ്സ് ചെയ്ത് ഒരു കാര്യം ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മള് വെള്ളം കുടിക്കുന്നത് നമ്മള് പിന്നെ തുമ്മുമ്പോഴേ കർച്ചീഫ് ഉപയോഗിക്കാതെ തുമ്മുന്നത് അത് നമ്മള് യൂണിഫോമിൽ പിൻ ചെയ്ത് കൊടുക്കത്തില്ലേ മിസ്സേ? യൂണിഫോമിൽ പിൻ ചെയ്ത് കൊടുക്കുമല്ലോ കർച്ചീഫ്. ഓക്കെ. അപ്പൊ ഒരു കുട്ടി പെട്ടെന്ന് സ്നീസ് ചെയ്യാൻ തുമ്മാണെങ്കിൽ എങ്ങനെയായിരിക്കണം ഫുഡായിട്ട് കർച്ചീഫ് ഉപയോഗിക്കേണ്ടത്? മാം ബാഡ് ഞാൻ കാണിക്കാം. അനു എന്ന് പറഞ്ഞാൽ മോളെ ഫുഡായിട്ടുള്ളത് ഞാൻ കൊണ്ടുവരേണ്ടി വരും മിസ്. നിങ്ങൾ കുറച്ചുപേര് എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്ഥലം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാട്ടോ. അനു രമ്യയൊക്കെ ഏകദേശം ഒരേ പ്ലേസ് ആണ് ഇരിക്കാറ്. ജയശ്രീ പിന്നെ വീടിന്റെ എല്ലാ ഭാഗത്തും ഇരിക്കും. പിന്നെ പൊസിഷൻ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല പൊസിഷനൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ ഇത് തന്നെ മിസ്സേ പൊസിഷൻ. ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരുന്നത് കൊണ്ടാ. അടുത്ത 2 റെക്കോർഡ് കൂടി മാം തന്നു. ഒരു സെക്കൻഡ് റെക്കോർഡ് തീർന്നില്ല. അപ്പൊ അതിന്റെ പണിപ്പുരയില. അനു കാണിക്കൂ. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ടവൽ ഉപയോഗിച്ച് ചെയ്യുന്നത്. ടവൽ ഉപയോഗിക്കണം. ഓക്കെ. ഇനി ബാഡ് ആയിട്ടൊന്ന് തുമ്മിയ എനിക്ക് ഇങ്ങോട്ട് തുമ്മിയ പോലെ തോന്നി. അത് ഭയങ്കര സ്റ്റൈലായിട്ട് തുന്നി.
ഇവിടെ തോന്നി. ഓക്കെ, വെരി ഗുഡ്. ശരിക്കും തുമ്മി. ശരിക്കും തോന്നി. Yes. കുറച്ച് മുമ്പ് വരെ തുമ്മലായിരുന്നു. അതെ അതെ. ഒരു ഡിസംബർ ആയില്ലേ, ഇനിയിപ്പോ തുമ്മലിന്റെ സീസൺ അല്ലേ ഇത്? തുമ്മല ജലദോഷം. ഇവിടെ മൊത്തം കോൾഡാ. ആ, എല്ലാവർക്കും ഭയങ്കര ചുമ, ജലദോഷം. ആ. ഹസ്ബൻഡിന് വരെ വന്നു. എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പൊടി ക്ലീനിങ് ചെയ്യുമ്പോ അപ്പൊ കിട്ടും മിസ്. ടീച്ചർ വന്നതിനേക്കാളും ക്ഷീണിച്ചല്ലോ. അതെ മിസ്, ഇപ്പൊ വളരെ കുറവാണ് മിസ്. ആഹാരം കഴിക്കലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. ഇന്ന് ഈ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല വന്നേട്ടോ. നിങ്ങളെ പറ്റി വാല്യുബിൾ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നു? വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ലൈഫില് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല മിസ്. നമ്മളെല്ലാവരും ലൈഫിൽ ഒരു വാല്യുബിൾ പേഴ്സണാലിറ്റി ഉണ്ടാവും അല്ലെ? ആരാണെങ്കിലും ഒരാള് മാത്രമാണ് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ച ഒരു വ്യക്തി ഉണ്ടാവും. ഞാൻ പറയാം മാം. അതാണ് തരാൻ ഉദ്ദേശിച്ചത്. പിന്നെയാണ് ഇത് വെറുതെ സംസാരിപ്പിക്കാനുള്ള എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യിപ്പിക്കാൻ ഏൽപ്പിച്ചെന്നുള്ളൂ കേട്ടോ. അതിപ്പോ 18 ചെയ്യിപ്പിച്ചപ്പോ കുട്ടികളെ കുറെ പേര് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര കരച്ചിലായി തുടങ്ങി. അപ്പൊ പിന്നെ വേണ്ടാന്ന് വെച്ച് നിർത്തി. ചില കുട്ടികൾ പറഞ്ഞു കരച്ചിലായി. അത് വേറെ പിന്നെ ആലോചിച്ച് പോയി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് കരഞ്ഞാണ് കേട്ടോ. ഇപ്പൊ നല്ലൊരു വ്യക്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് ആ വ്യക്തിനെ ഓർത്ത് കരയാനാണ് തുടങ്ങിയത്. അത് നമ്മളത് നിർത്തി. അതിന് ഞാൻ അത്ര ധൈര്യമായിട്ടുള്ള പിന്നെ ചെയ്യിപ്പിക്കാന്. പക്ഷെ നിങ്ങൾ അങ്ങനെ കരയോന്നില്ലെന്ന് അറിയാം. എന്നാലും നമ്മൾ ആ വ്യക്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് വ്യക്തിനെ കുറിച്ച് പറയുമ്പോൾ ആളുടെ ക്വാളിറ്റീസ് പറയണം. അയാളുടെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങളെ സ്വാധീനിച്ചത്, എന്തുകൊണ്ടാണ് അയാളെ നിങ്ങൾ സെലക്ട് ചെയ്തത്, അയാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ അയാളുടെ നിന്നുള്ള ക്വാളിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പേഴ്സണലി ഒരു ടോക്കാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ഓരോരുത്തരേക്കും ചോദിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയും ഓരോ ഉദ്ദേശം ഉണ്ടല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഈ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഫ്രീ ടൈമുകൾ കിട്ടുമ്പോൾ ചെയ്യാം. ഇപ്പോഴും നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ബോറടിക്കില്ലേ? അതെ മിസ്. അതെ, ഇത് വർഷത്തിൽ ടൈം ഉണ്ടല്ലോ, 2:18 ആയിട്ടുള്ളൂ. ഒന്നും ചെയ്യണ്ട, വേണ്ട. വേറെ എന്താണ് പറയാനുള്ളത്? വേറെ കാര്യം ചോദിക്കാനുണ്ടോ? ഏതെങ്കിലും മോക്ക് ടെസ്റ്റിന് കിട്ടാനുണ്ടോ? ഏതെങ്കിലും ചാപ്റ്റേഴ്സിന്റെ? മാമിന്റെ ഇതില് മോക്ക് ടെസ്റ്റ് ഒന്നും കിട്ടാനില്ല. അപർണ മാമിന്റെ ഉണ്ട്, ജിഷ മാമിന്റെ ഉണ്ട്, മിസ്സിന്റെ ഉണ്ട് മിസ്. കിട്ടാനുണ്ടോ? അപർണ മാമിന്റെ ഉണ്ട്. ഓക്കെ. പിന്നെ അശ്വതി മാമിന്റെ ഉണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതെ, യെസ് മിസ്. ഈ എടുക്കുന്ന മോക്ക് ടെസ്റ്റിന്റെ ചാപ്റ്റേഴ്സ് മോക്ക് ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് എഴുതി എടുക്കാറുണ്ടോ? എഴുതി എടുക്കാറുണ്ടോ? അതിന്റെ നോട്ട്ബുക്കിൽ എഴുതി എടുക്കാറുണ്ട്. പഠിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് എഴുതുമ്പോ ഞങ്ങൾ പഠിക്കാറുണ്ട്. പഠിച്ചിട്ടാണ് മിസ് എഴുതുന്നത്. അല്ല പഠിച്ചിട്ട് മീൻസ് എഴുതുന്ന സമയത്ത് ഞങ്ങൾ നോക്കും നന്നായിട്ട്. ഞാൻ പറഞ്ഞു വന്നത് പതിയെ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങിയിട്ട് കേട്ടോ. പരീക്ഷ ചിലപ്പോ കുറെ വരും. ഞാൻ വിഷയം തുടങ്ങി, മോഡേൺ ഹെൽത്തും കോമൺ ഡിസീസസും നോക്കി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഓരോരുത്തർ അവരുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചു കൊടുക്കുക. സമയം കണ്ടെത്തി ലാസ്റ്റ് ഒരു തലേ ദിവസമൊക്കെ ഇരുന്ന് പഠിക്കുന്ന പരിപാടി എത്തിക്കുന്നത് കേട്ടോ. മിസ് ചിലതൊക്കെ എളുപ്പമാണ്, ചിലതൊക്കെ ഇതേപോലെ തന്നെ വായിക്കുമ്പോ തന്നെ കിട്ടുന്നുണ്ട്. വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്, കുഴപ്പമില്ല. എങ്കിലും നമുക്ക് ടൈം 1 ഒരു എക്സാമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 പാർട്ട് 2 കൂടി നമ്മൾ പരീക്ഷ എടുക്കും. അപ്പൊ അത് പതിയെ തുടങ്ങിക്കാൻ നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുന്നെല്ലാം നോക്കിയിട്ടാണ്. മാം എക്സാം എത്രയിലാണ്? 50 മാർക്ക്, 10 മാർക്ക് ഇംഗ്ലീഷും. ഫസ്റ്റ് ടേം എക്സാം 50 ഫസ്റ്റ് ടേം എക്സാമും 50 ഫസ്റ്റ് ടൈമോ? ഇപ്പൊ ഉണ്ടാകാൻ പോണ എല്ലാ വിഷയങ്ങളും ഇല്ലേ നമുക്കിപ്പോ? എല്ലാ വിഷയങ്ങളും 50 മാർക്ക് വീതമാണോ? അതോ ഒരു എക്സാമേ ഉള്ളോ? അതെ, ഞാൻ പറയട്ടെ. ടേം 1 50 മാർക്ക് ഉണ്ട്. അതിൽ 10 മാർക്ക് ഇംഗ്ലീഷ്, ബാക്കി നമ്മുടെ മോണ്ടിസോറി പിന്നെ സൈക്കോളജി ഡെവലപ്മെന്റ് എല്ലാം കൂടെ. ഇതേപോലെ തന്നെ നമ്മുടെ പാർട്ട് 3 ഉം 4 കഴിയില്ലേ?
ആ. അപ്പൊ ഒരു എക്സാം ഉണ്ടാവും. അതേതാണ്? ടേം 2. ആ. ഇപ്പൊ നിങ്ങൾ എഴുതുന്ന പോലെ തന്നെ ആയിരിക്കും. ഈ എക്സാം എഴുതുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെ അതേ സെയിം തന്നെ പാറ്റേണിൽ അത് ആ സെക്കൻഡ് ടേം 2 എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം വരും. മെയിൻ അതായത് നമ്മുടെ പ്രാക്ടിക്കൽസ് ഒക്കെ കഴിയുന്നതനുസരിച്ച് മെയിൻ നിങ്ങൾ പ്രാക്ടിക്കൽസ് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഇവിടെ റെഗുലർ ഒരു ഓഫ്ലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് ഇല്ലേ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിൻ എക്സാം. മെയിൻ എക്സാം എങ്ങനെയാണ്? 6 പേപ്പറാണ് മെയിൻ എക്സാം. ഏതൊക്കെയാണ് 6 പേപ്പർ? സൈക്കോളജിയുടെ Psychology, English, modern health, common childhood diseases. ഫസ്റ്റ് കോമൺ ചൈൽഡ് ഡിസീസിന്റെ ആ ഭാഗമില്ലേ, അതാണ് ഒന്നാമത്തെ പേപ്പർ കേട്ടോ. നമ്മുടെ സിലബസിനെ കുറിച്ചും ടോപ്പിക്സിനെ കുറിച്ചും ബോധം ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ. പേപ്പർ 2 എന്ന് പറയുന്നത് ഏതാണ്? ഡെവലപ്മെന്റ്, ചൈൽഡ് ഡെവലപ്മെന്റ്. നമ്മള് ഡെവലപ്മെന്റ്, ഗ്രോത്ത് ഡെവലപ്മെന്റ് പഠിച്ചില്ലേ, അതിന്റെ 5 ചാപ്റ്റർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരെയാണ് പേപ്പർ 2. മനസ്സിലായ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരെ പേപ്പർ 2. പേപ്പർ 3 ആണ് എന്ത്? സൈക്കോളജി. പേപ്പർ 3യുടെ പേര് സൈക്കോളജി. പേപ്പർ 4 ഏതാണ്? മോണ്ടിസോറിയുടെ നിങ്ങൾ പഠിക്കുന്നില്ലേ, മോണ്ടിസോറി ഭാഗങ്ങള്, പാർട്സുകള്. ഓക്കെ. മോണ്ടിസോറി കൾച്ചറൽ എൻവയോൺമെന്റ് ആയിരിക്കും 4ാമത്. 5ാമത് ഏതാണ്? പാർട്ട് 4, അതായത് സ്കൂൾ മാനേജ്മെന്റ് ആ ഭാഗങ്ങൾ വരുന്നത്. ഓക്കെ. ദെൻ 6 ആണ്, പേപ്പർ 6 ആണ് എന്ത്? ഇംഗ്ലീഷ്. അങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഓരോ ദിവസവും ഒരു എക്സാം കേട്ടോ. ഓരോ പേപ്പറും ഓരോ ദിവസവും 50 മാർക്കിന്റെ. ഓക്കെ. ഇപ്പൊ ടേം 1-നായിട്ട് പതിയെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇത് പെട്ടെന്നൊക്കെ ആയിരിക്കും ചിലപ്പോ ഒരു 2 ആഴ്ചക്ക് മുന്നെങ്കിലും ഡേറ്റ് അറിയിക്കും. എന്നാലും ഞാൻ ഇപ്പോഴേ പറഞ്ഞാണ് കേട്ടോ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടാവരുത്. ചിലപ്പോ എന്തെങ്കിലും അങ്ങോട്ടൊക്കെ ഏതെങ്കിലും എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വന്നാൽ പെട്ടെന്നായിരിക്കും ഇപ്പൊ ഡേറ്റ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിക്കരുത് കേട്ടോ. അതിനാണ് ഇപ്പോഴേ പറഞ്ഞത്, പഠിച്ചു തുടങ്ങിക്കോളാം. നമ്മൾ നമ്മുടെ പിള്ളേരോട് പറയാറില്ലേ, പരീക്ഷ എത്തുന്നേക്കുമ്പോ പഠിച്ചു തുടങ്ങാൻ. അത് എന്നാലും കുറച്ച് നേരത്തെ പറയുമല്ലോ അല്ലെ, അതായത് ചാപ്റ്റർ ഒക്കെ ഉണ്ട് എന്നുള്ളത്. ഇന്ന് ചാപ്റ്റർ ഫുള്ള് ചാപ്റ്റർ ഉണ്ട്. പാർട്ട് 1 ഫുള്ള് ചാപ്റ്റർ, പാർട്ട് 2 ഫുള്ള് ചാപ്റ്റർ. ഓക്കെ. പാർട്ട് 2 നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നില്ലേ, അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് എഴുതി വെക്കാറുണ്ട്. പഠിക്കുക. അതേപോലത്തേക്ക് തോന്നുന്ന അതേപോലത്തേക്ക് രീതിയിലുള്ള ചോദ്യങ്ങൾ കേട്ടാ. ചിലപ്പോ അത് തന്നെ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും നിങ്ങളും കുഴപ്പിക്കുന്ന രീതിയിലൊന്നും ചോദിക്കില്ല. കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന രീതിയിലെ ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ. കോമൺ സെൻസ് വെച്ച് പറയുമ്പോ ഞാൻ അന്ന് പറഞ്ഞു തന്നില്ലേ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക്. ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ എന്താ പറയേണ്ടത്? കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? യെസ്, അങ്ങനെയുള്ളതൊക്കെ പുറത്തുനിന്ന് അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിലപ്പോ ചോദ്യങ്ങൾ ചോദിച്ചാൽ എഴുതാൻ പറ്റില്ല. അച്ഛനാ എന്തൊരു ടെൻഷനാണ് അച്ഛനോട് നോക്ക്. ഓക്കെ. എക്സാം എന്ന് കേൾക്കുമ്പോ ഇപ്പോഴും ഒരു ടെൻഷനാ. എത്ര നമ്മളുടെയൊക്കെ മാർക്ക് പോയതിന്റെ പ്രധാന കാരണം ടെൻഷൻ അടിച്ചിട്ടാണ് അല്ലെ? ഇതുവരെ പരീക്ഷകളിലൊക്കെ ഞാൻ PSC കൂടുതലും ടെൻഷൻ അടിച്ചിട്ടാണ് എന്റെ മാർക്കുകൾ കൂടുതലും പോയത്. PSC എക്സാമിൽ മാർക്ക് ടെൻഷൻ കൊടുത്തു. ഇതുണ്ട്, ഞാൻ ചെയ്ത ശരി ഉത്തരത്തില് ഇതാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഓർക്കും ഇതല്ല, ഇത് എനിക്ക് ചിലപ്പോ മറ്റേതായിരിക്കും, അതെന്റെ സൂക്കേട്. പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആക്കിയിട്ടേ ഇട്ടുള്ളൂ കേട്ടോ. അതിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം നമുക്കറിയാലോ, ക്യാമറ ഓൺ ചെയ്തിരുന്നാണ് പരീക്ഷ എഴുതുന്നത്. ഇപ്പൊ എന്തായിട്ട് എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണം. ഓരോരുത്തരുടെ എക്സ്പ്രഷൻസ്. അയ്യോ, ഇതാരാണ്? ഹസ്നയുടെ ഇപ്പത്തിരിക്കുന്ന ആരാണോ? ഇതാരാണ്? ഹസ്നയുടെ ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ മിസ്? ഗോപിയുടെ ഇപ്പുറത്ത് ഹസ്നയുടെ ഇപ്പുറത്ത് ആരാണ്? അൻസുമോളാണോ? അൻസുമോളുടെ ഇപ്പുറത്ത് ആരാ? ഞാനാണോ മിസ്? അല്ലല്ല, പോയി ഞാനാണോ? ആള് പോയി. അതെ, കിട്ടി. പേരെന്താണോ? താൻ തന്നെ പേര് പറയണോ? രമ്യാണോ മിസ്? ചോദിച്ചോ. ക്യാമറ ഓൺ ചെയ്യണമെന്നുള്ള രമ്യയുടെ മുഖത്ത് കുറെ
നവരസങ്ങളെന്ന് വന്നു പരീക്ഷ എഴുതുന്ന നേരത്തെ. പേടിച്ചോ? ദിവ്യ കണ്ട ഒരു മാതിരി പേടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ്, അതുകൊണ്ടാണോ? എന്തോ ഒന്നുമില്ലടോ, ഒന്നുമില്ല, വെറുതെ പറഞ്ഞോ. മിസ് അപ്പൊ എനിക്ക് പൊതുവെ പേടിയാണ് മിസ് എല്ലാത്തിനും. ക്യാമറ ഓൺ ആക്കണം. എന്തോ? എക്സാമിന് ടൈം തരുമോ? ടൈം പിന്നെ എക്സാം ടൈം 1 മണിക്കൂർ സമയം ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ 11 to 12 മണി ആയിരിക്കാം. അല്ല നിങ്ങളുടെ ഈ ടൈം 1:30 to 2:30 അങ്ങനെയാണെങ്കിൽ അല്ല മിസ്സേ, അപ്പൊ നമ്മള് ക്യാമറ ഓൺ ആക്കിട്ട് എങ്ങനെ എഴുതാ? എങ്ങനെയാ? ക്യാമറ ഓൺ എടാ ദേ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിട്ട് നമ്മള് നിങ്ങൾ പിടിക്കുന്നില്ലേ? ഇപ്പൊ പ്രഭുലയും ജയശ്രീക്ക് ഇരിക്കുന്നുണ്ടോ? അതേപോലെ ടേബിളിന് മുന്നിലെ ക്യാമറ വയ്ക്കാൻ ഓൺ ചെയ്യാം. ഇവിടെ ഇൻഡിവിജ്വലേറ്റർ ഉണ്ടാവും നോക്കാനായിട്ട് കേട്ടോ. ഒരു കള്ളത്തരം നടക്കൂല. ഞങ്ങള് കള്ളത്തരം ചെയ്യില്ല മിസ്സേ, ഞങ്ങള് ഞങ്ങൾ നാളെ പ്രിപ്പയർഡ് ആയിട്ട് എഴുതും മിസ്. എക്സാം നമ്മളിപ്പം ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട് മിസ്. ഞങ്ങള് നേരത്തെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നു. ക്യാമറ ഓൺ ചെയ്യണം. ലൈവ് അല്ലേ? ലൈവ് എക്സാം. അപ്പൊ നമ്മള് ക്യാമറ ഓൺ ചെയ്തിട്ട് അതില് പോവാം അല്ലെ? ആ ലിങ്കിൽ പോവാം. ഞാൻ പറയണെങ്കിൽ നമുക്ക് സമയമാവുമ്പോ ഒരു വാട്സപ്പ് ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരും. അതിൽ നിങ്ങൾ കേറാ, ഓപ്പൺ ചെയ്യാം, നിങ്ങളുടെ ഇമെയിൽ ID പേര് അടിച്ചു കൊടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ വരും. 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരും. ഓരോ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക, ഓപ്ഷൻസ് നോക്കുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പോകുമ്പോ ലാസ്റ്റ് 50ാമത്തെ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. സബ്മിറ്റ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്യരുത്. അപ്പോ എന്ത് ചെയ്യണം? ഒന്നും കൂടി മുകളിലേക്ക് പോയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആണോ എന്ന് നോക്കാം. കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ തന്നെ ക്ലിക്ക് ചെയ്ത് മാറ്റാം. എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തിട്ട് ഒരിക്കലും നിങ്ങൾ ലീവ് ചെയ്ത് പോകരുത്. എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഇൻഡിവിജ്വലേറ്റർക്ക് നിങ്ങളുടെ സബ്മിഷൻ ഇവിടെ സാറിനോട് പറയണം. സബ്മിറ്റ് ആയി എന്ന് പറയാം. സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സ്ക്രീനിൽ നിങ്ങളുടെ പേര് കാണാൻ പറ്റും, സബ്മിഷൻ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അനുവിന്റെ സബ്മിഷൻ ആയിട്ടുണ്ട്, അനുമോള് ലീവ് ചെയ്തോളൂ എന്ന് പറയാതെ നിങ്ങൾ ആരും ലീവ് ചെയ്ത് പോകരുത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? എക്സാമിന് തൊട്ട് മുന്നായിട്ട് ഫോൺ ആണെങ്കിലും നിങ്ങളുടെ സിസ്റ്റം ആണെങ്കിലും ഫുൾ ചാർജ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസിൽ പോയിരുന്ന് എഴുതാം. കൂളായിട്ട് എക്സാം എഴുതാം. വെള്ളമോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ അടുത്ത് വേണോ എന്ന് പറഞ്ഞാൽ അടുത്ത് വെക്കണം. ഇങ്ങനെ ഇതേപോലെ എഴുന്നേറ്റൊന്നും ആരും പോകരുത്. അവിടെ ഇരുന്ന് തന്നെ എഴുതാം. എക്സാക്ട് പൊസിഷനിൽ ഇരുന്ന് എക്സാം എഴുതാം. ഓക്കെ, നമ്മൾ പരീക്ഷയ്ക്ക് കൊടുക്കേണ്ട അതേ പ്രാധാന്യം ഇതിൽ ഓൺലൈനിൽ കൊടുക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ചില സമയത്ത് ചിലപ്പോൾ ലിങ്ക് ഒക്കെ കട്ടായി പോയെന്ന് വരാം, നെറ്റ് ഇഷ്യൂസ് ഒക്കെ വരാം. അങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യണം. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവര് വേറൊരു ലിങ്ക് അയച്ചു തരും. അപ്പൊ അതിൽ കയറാം. പിന്നെ എന്താണ്? 1 മണിക്കൂർ തന്നെ 1 മണിക്കൂർ മുഴുവൻ ഇത് പരീക്ഷ എഴുതരുത് കേട്ടോ. ഇപ്പൊ 12 to 1 മണിയാണെങ്കിൽ 12:50 നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവണം. മീൻസ് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകാനല്ല പറഞ്ഞത്. എല്ലാം ചെക്ക് ചെയ്യുക, റിലാക്സ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം പരീക്ഷ എഴുതാൻ കേട്ടോ. അപ്പൊ നമുക്കൊരു പ്രശ്നമില്ലാതെ, അല്ലെങ്കിൽ സമയം കഴിഞ്ഞ് 1 മണി വരെ പരീക്ഷ ഉണ്ടെങ്കിൽ ചിലർ 1:15, 1:10 വരെ ഇരിക്കുന്നത് മോശമാണ്. അങ്ങനെ ഇരിക്കില്ല. കാരണം നിങ്ങളെ ടീച്ചേഴ്സ് ആണ് പരീക്ഷ എഴുതുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ബാക്കി ആ സമയമാകുമ്പോൾ എല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ആക്ടിവിറ്റിയിൽ സഹകരിച്ചതിന് താങ്ക്സ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു മാം. Have a nice day. താങ്ക് യു സോ മച്ച് മിസ്. സൈൻ ഔട്ട് ഉണ്ട്. നോട്ടുണ്ടായിരുന്നു. മോക്കൊരു പാട്ട് പാടണം, ഒന്ന് പാടിക്കോട്ടെ. കാണിക്കോളൂ. Dimbalchin, Rosile, Titin, Girly, Verifier, I saw blue, lovely too. Teacher said, you. Yes, yes, yes. ആഹാ, ഞങ്ങൾക്ക് പറ്റിയ പാട്ട് മിസ്. വെരി ഗുഡ് കേട്ടോ. നല്ല കുട്ടിയാണ് കേട്ടോ. പേരെന്താണ്? പേര് പറഞ്ഞു. Rusta Fatima. ഫാത്തിമ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു.
താങ്ക് യു മിസ്, താങ്ക് യു റുസ്ത ഫാത്തിമ. Thank you. താങ്ക്